നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. നാടിനെ നടുക്കി യുവാക്കളുടെ മരണം. പാലക്കാട് കല്ലടിക്കോട് 2 യുവാക്കൾ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് മരുതങ്കോട് സ്വദേശി ബിനുവും പ്രദേശവാസിയായ നിതിനും. സംഭവ സ്ഥലത്തു നിന്നും നാടൻ തോക്ക് കണ്ടെടുത്തു. സംഭവം നടന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ. പോലീസ് അന്വേഷണം ആരംഭിച്ചു. നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനി സജിത കൊലക്കേസിലെ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി. വിധി വ്യാഴാഴ്ച. വിധി പ്രസ്താവം അഡീഷണൽ സെഷൻ കോടതിയെടുത്ത് ചെന്താമര പോത്തുണ്ടി സ്വദേശികളായ ലക്ഷ്മി മകൻ സുധാകരൻ കൊലക്കേസിലും പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത് കനത്ത സുരക്ഷയോടെ. തൂക്കുകയർ ലഭിക്കുമെന്ന് പ്രത്യാശയോടെ നാട്ടുകാർ. കുപ്രസിദ്ധ മോഷ്ടാവ് കാസർഗോഡ് സ്വദേശി മുഹമ്മദ് ഷിഹാബ് ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. പ്രതിക്കെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെ 2 കേസുകൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ. ഷൊർണൂർ ആറാണിൽ നിന്നും സ്ത്രീയുടെ കഴുത്തിലെ മാല മോഷ്ടിച്ച കേസിലെ പ്രതിയെ ആലപ്പുഴയിൽ നിന്നും ഷൊർണൂർ പോലീസ് പിടികൂടി. ഷൊർണൂർ പോലീസിന്റെ വലയിലായത് ആലപ്പുഴ സ്വദേശി സജിത് എൻ പിള്ള. കൊള്ളയടിക്കാനായി മാത്രം സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഏക സർക്കാരാണ് കേരളത്തിലേതെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് KPA മജീദ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആണിയടിക്കുന്ന നേതാവായി പിണറായി സർക്കാർ മാറുമെന്നും KPA മജീദ്. കോടികൾ മുടക്കി സംഗമം നടത്തിയതിനു പിന്നിൽ കൊള്ളയാണെന്നും അതാണ് ശബരിമലയിൽ കണ്ടതെന്നും വിമർശനം. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണ്ണ ദ്വാരപാലക ശില്പങ്ങളും കട്ടിലകളും മോഷ്ടിച്ച വിഷയത്തിൽ ഉദ്യോഗസ്ഥരെ മാത്രം പ്രതിയാക്കാതെ ദേവസ്വം ബോർഡിനെയും പ്രതി ചേർക്കണമെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും കോൺഗ്രസ്. പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വാസ സംഗമം പാലക്കാട്ട്. കുന്നംകുളം മുൻ MLA ബാബു M. പാലശ്ശേരി അന്തരിച്ചു. 67 വയസ്സായിരുന്നു. കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് 2 ദിവസം മുൻപാണ് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് മരണം. 2 തവണ ഇടതുപക്ഷ MLA ആയിരുന്നു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പാലക്കാട് കല്ലടിക്കോട് 2 യുവാക്കളെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം നാടിനെ നടുക്കി. മരുതങ്കാട് സർക്കാർ സ്കൂളിന് സമീപമുള്ള പാതയിൽ മരുതങ്കാട് സ്വദേശി ബിനുവും പ്രദേശവാസിയായ നിതിനുമാണ് മരിച്ചത്. സംഭവ സ്ഥലത്തു നിന്നും നാടൻ തോക്ക് കണ്ടെടുത്തിട്ടുണ്ട്. 3 മണിയോടുകൂടിയായിരുന്നു സംഭവം നടന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടിയായിരുന്നു സംഭവം. കല്ലടിക്കോട് മരുതങ്കാട് സർക്കാർ സ്കൂളിന് സമീപത്തെ പാതയിലാണ് വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 ഏക്കർ മരുതങ്കാട് സ്വദേശി ബിനുവും പ്രദേശവാസിയായ നിതിനുമാണ് മരണപ്പെട്ടത്. 2 പേരും വെടിയേറ്റാണ് മരിച്ചത്. ബിനുവിൻ്റെ സമീപത്തു നിന്നും നാടൻ തോക്ക് കണ്ടെത്തിയിട്ടുണ്ട്. നിതിനെ കൊലപ്പെടുത്തിയ ശേഷം ബിനു സ്വയം വെടിവെച്ച് മരിച്ചതാകാമെന്നാണ് സൂചന. കല്ലടിക്കോട് പോലീസ് സ്ഥലത്തെത്തി സംഭവവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനി സജിത കൊലക്കേസിലെ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി. വിധി പ്രസ്താവം നടത്തിയത് അഡീഷണൽ സെഷൻ കോടതി. ചെന്താമരയ്ക്കായുള്ള വിധി വ്യാഴാഴ്ച പ്രഖ്യാപിക്കും. ചെന്താമര പോത്തുണ്ടി സ്വദേശികളായ ലക്ഷ്മി മകൻ സുധാകരൻ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ്. പ്രതിയെ കോടതിയിൽ എത്തിച്ച് വൻ പോലീസ് സുരക്ഷയോടെയായിരുന്നു. തൂക്കുകയർ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. 2019 ഓഗസ്റ്റ് 31 കൊലപാതകം. ഭാര്യ പിണങ്ങിപ്പോവാനിടയായതിനു പിന്നിൽ സജിതയാണെന്ന തോന്നലിൽ നിന്നുണ്ടായ വൈരാഗ്യത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് കണ്ടെത്തൽ. കേസിൽ 68 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ പ്രതി ചെന്താമരയുടെ ഭാര്യ, സഹോദരൻ, കൊല്ലപ്പെട്ട സജിതയുടെ മകൾ ഉൾപ്പെടെ 44 പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു. കേസിൽ 2020 ചാർജ് ഷീറ്റ് സമർപ്പിച്ചത്. ലാബ് റിപ്പോർട്ട് ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചതോടെ 2025 ഓഗസ്റ്റ് 4 സാക്ഷി വിസ്താരം ആരംഭിച്ചു. കേസിന്റെ വിചാരണ സമയത്തും പ്രതി കോടതി വളപ്പിൽ ഭീഷണി മുഴക്കിയിരുന്നു. പ്രതി ചെന്താമരയിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്ന് കേസിലെ പ്രധാന സാക്ഷിയും അയൽവാസിയുമായ പുഷ്പ തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുകയാണ്. സജിത വധക്കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായിരുന്ന ചെന്താമര ജാമ്യത്തിലിറങ്ങിയ ശേഷം 2025 ജനുവരി 27 സജിതയുടെ ഭർത്താവ് സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിൽ അറസ്റ്റിലായ ചെന്താമര റിമാൻഡിലാണ്. 3 കൊലപാതക കേസുകളിലും പ്രതി ചെന്താമര മാത്രമായതിനാൽ സുധാകരൻ, ലക്ഷ്മി കൊലക്കേസുകളുടെ വിചാരണയും ഉടൻ ആരംഭിക്കും. സജിത വധക്കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ MJ വിജയകുമാറാണ് ഹാജരായത്. ചെന്താമരയുടെ ഭീഷണി അവസാനിച്ച് സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന സജിത സുധാകരൻ ദമ്പതികളുടെ മക്കളും പരിസരവാസികളും പ്രതീക്ഷിക്കുന്നത് ചെന്താമരയ്ക്ക് തൂക്കുകയർ തന്നെ കിട്ടുമെന്നാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊള്ളയടിക്കാനായി മാത്രം സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഏക സർക്കാരാണ് കേരളത്തിലേതെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് KPA മജീദ് MLA.
ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആണി അടിക്കുന്ന നേതാവായി പിണറായി വിജയൻ മാറിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോടികൾ മുടക്കി കോടികൾ നടത്തി സംഗമം നടത്തുന്നതിനു പിന്നിൽ നടക്കുന്നത് വൻ കൊള്ളയാണെന്നും അതാണ് ശബരിമലയിൽ കണ്ടതെന്നും കെ പി എ മജീദ് വിമർശിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര കർഷക സംഘം പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹുമാനം നിർബന്ധപൂർവ്വം പിടിച്ചുവാങ്ങിക്കേണ്ട ഗതികേട് പിണറായി വിജയനൊഴികെ ലോകത്തെ ഒരു മനുഷ്യനും ഉണ്ടായിട്ടില്ല. കോടികൾ മുടക്കി സംഗമം നടത്തുന്നതിന് പിന്നിൽ നടക്കുന്നതും കൊള്ളയാണ്. അതാണ് ശബരിമലയിൽ കണ്ടത്. LDF ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ നടക്കുന്ന കൊള്ള പോലെയാണ് ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലും നടക്കുന്നത്. UDF സർക്കാർ കൊണ്ടുവന്നതിനപ്പുറം ഒരു ജനക്ഷേമ പദ്ധതിയും 9 വർഷമായി LDF സർക്കാർ കൊണ്ടുവന്നിട്ടില്ല. കർഷകർ ഉൾപ്പെടെയുള്ള അടിസ്ഥാന വർഗ്ഗങ്ങളെ അവഗണിച്ചതുകൊണ്ടാണ് ബംഗാളിലും ത്രിപുരയിലും കാലുകുത്താൻ ഇടം കിട്ടാതെ പോയത്. കേരളത്തിലും ഇതുതന്നെയാണ് ഗതി. അടിസ്ഥാന വർഗ്ഗങ്ങളുടെ സമരങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന സർക്കാർ CPM അണികൾക്ക് പോലും ഭാരമായി. ധൂർത്തിനും PR വർക്കിനും ചെലവഴിക്കുന്ന തുകയുടെ പാതിയുണ്ടെങ്കിൽ കർഷക പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും. 25ലേറെ തവണ വിദേശയാത്ര നടത്തിയിട്ടും മുട്ടുസൂചി വികസനം കേരളത്തിനുണ്ടാക്കാൻ കഴിയാത്ത മുഖ്യനാണ് വീണ്ടും വിദേശയാത്ര നടത്തുന്നത്. വിദേശയാത്രയ്ക്ക് പിന്നിൽ എന്താണെന്ന് വ്യക്തമാണെന്നും MLA KPA മജീദ് പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ നെല്ലറിയായിട്ടാണ് കുട്ടനാടും പാലക്കാടും കണ്ടിരുന്നത്. നെൽകൃഷിക്കാരുടെ പ്രയാസങ്ങൾ വളരെ ഗൗരവപരമായ രീതിയിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന് വില ലഭ്യമാക്കാനോ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ കർഷക സംഘടന ഉന്നയിച്ചിട്ടുള്ള പലിശരഹിത വായ്പ അവർക്ക് നൽകി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനോ ഗവൺമെൻറ് നിരുത്തരവാദപരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്ന് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കുറുക്കോളി മൊയ്തീൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിൽ മന്ത്രിയുടെ മറുപടി ഉണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടുള്ള ഫണ്ട് തിരിമറി നടത്തുകയും നെൽകൃഷിക്കാർക്ക് അത് നൽകാതിരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. നെല്ല് സംഭരണം കൃത്യസമയത്ത് നടത്തി കർഷകന്റെ അധ്വാനത്തിന്റെ പ്രതിഫലം നൽകുക, വന്യജീവിയിൽ നിന്നും മനുഷ്യനും സ്വത്തിനും സംരക്ഷണം നൽകുക, വന്യജീവി അക്രമം മൂലം ജീവൻ നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ കർഷകർ നേരിടുന്ന ജീവൽ പ്രധാന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്വതന്ത്ര കർഷക സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് MPA ബക്കർ മാസ്റ്റർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി KTA ലത്തീഫ്, സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി കളത്തിൽ അബ്ദുള്ള, ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, ഖജാൻജി PES സലാം മാസ്റ്റർ, AM ഹമീദ്, പൊൻപാറ കോയക്കുട്ടി, MH മുജീബ് റഹ്മാൻ, MS അലവി, K സൈദലവി പൂളക്കാട്, അഡ്വക്കേറ്റ് നാസർ കൊമ്പത്ത്, റഫീഖ് പറക്കോട്ടിൽ, S കുമാരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണ്ണധാരകപാലക ശില്പങ്ങളും കട്ടിലകളും മോഷ്ടിച്ച വിഷയത്തിൽ ഉദ്യോഗസ്ഥരെ മാത്രം പ്രതികൂട്ടിലാക്കാതെ ദേവസ്വം ബോർഡിനെയും പ്രതി ചേർക്കണമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ ആവശ്യപ്പെട്ടു. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച വിശ്വാസ സംഗമം പുത്തൂർ ചന്ത ജംഗ്ഷനിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ നൽകിയിട്ടുള്ള വഴിപാടിൻ്റെ കഥയാണ് എൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഇവിടെ നൽകിയിട്ടുള്ള വഴിപാട്. ഞാനും ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു അമ്പലത്തിൽ പോയിട്ട് അവൻ്റെ സ്ഥാനത്തിനപ്പുറം ഒരു വിശ്വാസത്തിൻ്റെ പ്രകാരം അവൻ ഇന്നത് ചെയ്യാമെന്ന് നേരുകയും അവനെ കാണിക്കയായിട്ട് നമ്മളുണ്ടാവും. മറ്റു ജീവനക്കാർക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ കള്ളന്മാരുടെ വീട്ടിലേക്കാണ് നമ്മളിടുന്ന ഈ കാണിക്ക വഞ്ചിയിലിടുന്ന ഈ പൈസയായും വരില്ല, നാണയങ്ങളായും വരില്ല, അല്ലെങ്കിൽ സ്വർണ്ണമായും വരില്ല. അത് നേരെ അവരിലേക്ക് പോകാൻ ഇടവന്നാൽ നമ്മൾക്കുണ്ടാവുന്ന വിശ്വാസ തകർച്ച ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്നത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രമേശ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ പ്രതിഷേധ ജ്വാല കൊളുത്തി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി C ബാലൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട്, നേതാക്കളായ വിജയൻ പൂക്കാടൻ, പുത്തൂർ രാമകൃഷ്ണൻ, K ഭവദാസ്, ഹരിദാസ് മച്ചിങ്ങൽ, ഷെറീഫ് റഹ്മാൻ, പട്ടത്താനം ശ്രീകണ്ഠൻ, പ്രഫുൽകുമാർ, D ഷജിത് കുമാർ, KN സഹീർ, ഷെരീഫ് റഹ്മാൻ, രാധാ ശിവദാസ്, ബോബൻ മാട്ടുമന്ത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളം മുൻ MLA ബാബു M പാലശ്ശേരി നിര്യാതനായി. 67 വയസ്സായിരുന്നു. കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് 2 ദിവസം മുൻപ് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നു. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. അസുഖബാധിതനായി ഏറെ നാളുകളായി ചികിത്സയിൽ ആയിരുന്നു.
ഞരമ്പുകളെ ബാധിച്ച പാർക്കിൻസൺസ് അസുഖമായിരുന്നു അദ്ദേഹത്തിന് പിടിപെട്ടത്. 2 തവണ ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരുന്നു. ഒക്ടോബർ 15 ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. ഷൊർണൂർ ആറാണിയിൽ നിന്നും സ്ത്രീയുടെ കഴുത്തിലെ 3.5 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല മോഷ്ടിച്ച ശേഷം സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ മോഷണം നടത്തി പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് കഴിയുകയായിരുന്ന കുപ്രസിദ്ധ മോഷ്ടാവിനെ ഷൊർണൂർ പോലീസ് പിടികൂടി. ആലപ്പുഴ സ്വദേശിയായ 38-കാരൻ സജിത് N. പിള്ളയെ ആലപ്പുഴയിൽ വെച്ച് തന്നെ ഷൊർണൂരെത്തി പിടികൂടിയായിരുന്നു. മാല മോഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഷൊർണൂർ ആറാണി സ്വദേശിനിയായ സ്ത്രീയുടെ സ്വർണ്ണമാല ബൈക്കിലെത്തിയ പ്രതി കവർന്നത്. മോഷ്ടാവിൻ്റേതെന്ന് കരുതുന്ന CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് ഷൊർണൂർ പോലീസ് പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. അന്വേഷണത്തിൽ ആലപ്പുഴ സ്വദേശിയായ 38-കാരൻ സജിത് കുമാർ S. പിള്ളയാണ് മോഷണം നടത്തിയതെന്ന സൂചന പോലീസിന് ലഭിച്ചിരുന്നു. പ്രതിയെ പിടികൂടാനായി ഷൊർണൂർ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. ഷൊർണൂരിലെ മോഷണശേഷം പ്രതി തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ, കോതമംഗലം എന്നിവിടങ്ങളിലും മോഷണം നടത്തിയതായി പോലീസ് കണ്ടെത്തി. അതിനുശേഷം ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലും മോഷ്ടിച്ച ബൈക്ക് ഉപയോഗിച്ച് മാല മോഷ്ടിച്ചു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ചാണ് പ്രതിക്കായി ഷൊർണൂർ പോലീസ് വല വിരിച്ചത്. പിടികൂടുന്നതിനിടെ പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പോലീസ് സംഘം പിന്തുടർന്ന് പിടികൂടിയും ആണുണ്ടായത്. സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഷൊർണൂർ DYSP R. മനോജ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ V. രവികുമാറിൻ്റെ കീഴിലുള്ള അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ K. അനിൽകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ T. റിയാസ്, T. സജീഷ്, CPO സന്ധ്യ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിരവധി കേസിലെ കുപ്രസിദ്ധ മോഷ്ടാവ് ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. കാസർഗോഡ് മഞ്ചേശ്വരം സഫ്രീന മൻസിൽ മുഹമ്മദ് ഷിഹാബിനെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. ഇയാൾക്കെതിരെ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ കൊലപാതക ശ്രമം, മോഷണം എന്നിവയിലും കേസ് നിലനിൽക്കുന്നുണ്ട്. കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗങ്ങളിൽ നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവാണ് മുഹമ്മദ് ഷിഹാബ്. ജൂലൈ മാസത്തിൽ വരവൂരിൽ കൊലപാതക ശ്രമത്തിനിടെ ബൈക്ക് ഉപേക്ഷിച്ച് മറ്റൊരു വാഹനം മോഷ്ടിച്ച് കടന്നുകളഞ്ഞ കേസിലെ പ്രതിയാണ്. ചെറുതുരുത്തി സ്റ്റേഷനിൽ കൊലപാതക ശ്രമം, മോഷണം എന്നീ 2 കേസുകൾ കൂടിയുണ്ട്. ഷിഹാബിന്റെ കൂട്ടാളി കൊട്ടാരക്കര സ്വദേശി പ്രവീണിനെ 2 ദിവസം മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ മോഷണം നടത്തി കടന്നുകളയുകയാണ് പ്രതിയുടെ പ്രധാന മോഷണ രീതി. പ്രതിയെ കാസർഗോഡ് നിന്നുമാണ് പിടികൂടിയത്. ഇൻസ്പെക്ടർ വിനു വിജയൻ, സാക്കിർ, SI R. നിഖിൽ, ഇൻസ്പെക്ടർ ജോളി സെബാസ്റ്റ്യൻ, അഡീഷണൽ SI അജിത് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ, സിവിൽ ഓഫീസർ അഭിജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ വരവൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കളഞ്ഞു കിട്ടിയ 2.25 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചേൽപ്പിച്ച യുവാവ് മാതൃകയായി. ഓങ്ങല്ലൂർ കാരക്കാട് കുഴിയിൽ പീടികയ്ക്കൽ 27-കാരനായ മുഹമ്മദ് റഫീഖാണ് ആഭരണം പട്ടാമ്പി പോലീസിൽ ഏൽപ്പിച്ചത്. ഓങ്ങല്ലൂർ സെൻട്രലിൽ നിന്നാണ് മുഹമ്മദ് റഫീഖിന് ആഭരണങ്ങൾ ലഭിച്ചത്. പട്ടാമ്പി പോലീസിന്റെ അന്വേഷണത്തിൽ സ്വർണത്തിന്റെ ഉടമസ്ഥനായ കാരക്കാട് പാറക്കൽ വീട്ടിൽ കാസിമിനെ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി ആഭരണങ്ങൾ കൈമാറുകയും ചെയ്തു. മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ചതിന് മുഹമ്മദ് റഫീഖിനെ പട്ടാമ്പി SHO S. അൻഷാദെ അഭിനന്ദിക്കുകയും ചെയ്തു.
കുത്തനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PT സഹദേവൻ നയിക്കുന്ന വികസന സന്ദേശയാത്ര തുടരുന്നു. തുടർച്ചയായി 15 വർഷം UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് യാത്ര സംഘടിപ്പിച്ചു വരുന്നത്. കുത്തനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT സഹദേവൻ നയിക്കുന്ന വികസന സന്ദേശയാത്രയുടെ ചൊവ്വാഴ്ചത്തെ 2ാം ദിവസത്തെ പരിപാടികൾ കരിഞ്ഞന്തോട് നിന്ന് പ്രയാണം ആരംഭിച്ചു. സഹദേവനും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ ശ്രീ ഹരിദാസും കൂടി നയിക്കുന്നതായ വികസന യാത്രയാണ് ഈ വഴി കടന്നു വരുന്നത്. വികസനം ഞങ്ങൾ യാത്രയിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ബക്കറ്റും ഓരോ സഞ്ചിയും കോരിത്തരാനല്ല, ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കിയ കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ച് നിങ്ങളെയൊക്കെ 4 മാലോകരെ അറിയിച്ച് മാളൂരിൻ്റെ അനുഗ്രഹം വാങ്ങി തുടർന്ന് നിങ്ങളുടെ വീട്ടിലുള്ള അനുഗ്രഹം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. വെട്ടുകാട്, കരടിയമ്പാറ, മരുതംകുന്ന്, മൂച്ചിക്കൂട്ടം, പടപ്പനാൽ, ചാത്തൻകുളം, പള്ളിമുക്ക്, കോതമംഗലം പഞ്ചായത്ത് ഓഫീസ് പരിസരം, നടുത്തറ അമ്പലം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് കിഴക്കേത്തറയിൽ 2ാം ദിന സന്ദേശയാത്ര സമാപിച്ചു. ബുധനാഴ്ച സന്ദേശയാത്ര സമാപിക്കും. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ PT സഹദേവൻ, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തോലനൂർ ശശിധരൻ, P ബാലൻ, ഒളമറുൽ ഫാറൂഖ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫരീദ ഫിറോസ് തുടങ്ങിയ നേതാക്കൾക്ക് പുറമെ കോൺഗ്രസ് ജില്ലാ ബ്ലോക്ക് മണ്ഡല നേതാക്കളും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. യൂത്ത് കോൺഗ്രസ് കോങ്ങാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിഷൻ ആൻഡ് മിഷൻ നേതൃപഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. KPC ജനറൽ സെക്രട്ടറി PV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നവാസ് പതാക ഉയർത്തി, തുടർന്ന് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ KS ജയഘോഷ് മുഖ്യാതിഥിയായി. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, C വിനയൻ മാസ്റ്റർ, ഇസാൻ മുഹമ്മദ്, അഖിൽ മങ്കര, P നന്ദബാലൻ, അബ്ദുള്ള പുത്തൻപുരയ്ക്കൽ, അച്യുതൻകുട്ടി, ജിത്തു മങ്കര, ജയ്സൺ ചാക്കോ, നൌഷാദ്, അസ്ലം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മങ്കര കാളിക്കാവ് റോഡിൽ ഗതാഗതത്തിന് ഭീഷണിയായി മെറ്റലുകൾ. മങ്കര പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ചാലിലെ മെറ്റലുകൾ റോഡിൽ ചിതറിക്കിടക്കുന്നത്. 1 വർഷം മുൻപ് ജൽജീവൻ മിഷൻ പൈപ്പിടാനായി റോഡ് ക്രോസ് ചെയ്ത് ചാലെടുത്തിരുന്നു. 10 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലുമായിരുന്നു ചാൽ. ഇവ ശരിയായി മൂടാത്തതിനാൽ വീണ്ടും റോഡിൽ ഗർത്തം രൂപപ്പെട്ടതോടെ മെറ്റലിട്ട് ബന്ധപ്പെട്ടവർ തടിതപ്പി. എന്നാൽ ഈ മെറ്റലുകൾ വാഹനങ്ങൾ കയറി റോഡിലുടനീളം ചിന്നിച്ചിതറിക്കിടപ്പാണ്. മെറ്റലുകളിൽ ഉരസി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. പ്രധാന റോഡായതിനാൽ മെറ്റലിട്ട് ചാൽ കോൺക്രീറ്റ് ചെയ്യണമെന്നതാണ് നിയമമെങ്കിലും ബന്ധപ്പെട്ടവർ ആരും നടപടിയെടുക്കുന്നതുമില്ല. അത്യഹിത അപകടങ്ങളുണ്ടാകാൻ സാധ്യതയേറെയാണ്. 1 വർഷം കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. രാജൻ, സുദർശൻ, പാലാട്ട് മോഹൻദാസ്, ശംസുദ്ദീൻ മാങ്കുറിശി, CK ദേവൻ, MK മോഹനൻ, മുഹമ്മദ് കുട്ടി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കോട്ടായി ഭാഗത്തുള്ള അതുപോലെ റോഡാണ് ഇത്. ഏകദേശം 1000കണക്കിന് വാഹനങ്ങൾ ഇതിലൂടെ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഏകദേശം 1.5 വർഷത്തോളമായി ഇവിടെ ഈ റോഡ് മുറിച്ചിട്ടിട്ട് 1-2 പ്രാവശ്യം അവർ ചെയ്തു എന്നല്ലാതെ വൃത്തിയായി ചെയ്യാത്തതുകൊണ്ട് ഒരുപാട് അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ടാർ ചെയ്യുകയോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്യണം. ഇത് ഞങ്ങളുടെ സൂചനമായിട്ടുള്ള ഒരു ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് എത്രയും പെട്ടെന്ന് ശരിയാക്കിയിട്ടെങ്കിൽ ഞങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വകുപ്പുള്ള ആളുകൾ ചെയ്തുതരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പതിരിപ്പാല. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സദസ്സ് മുള്ളൂർക്കര ഇന്ദിര പ്രിയദർശിനി കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്നു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ പണം ഇവിടെ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. സർക്കാർ കൊടുക്കുന്ന പഞ്ചായത്ത് ഫണ്ട്, അതുപോലെ തന്നെ തൊഴിലുറപ്പ്, കുടുംബശ്രീ, മറ്റ് MP MLA സർക്കാരിൻ്റെ വിവിധ പ്രൊജക്റ്റുകൾ, ഇതെല്ലാം ഈ 5 കൊല്ലം കൊണ്ട് ഈ ഗ്രാമത്തിനകത്ത് വന്നത് 150-ൽ മീതം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. സൂക്ഷ്മമായ ഒരു കണക്ക് ഇപ്പോൾ രേഖകൾ നമ്മുടെ വീടുകളിലെത്തും. ഒരു പുസ്തകം അച്ചടിച്ച് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ആ രേഖ എത്തും. ആ രേഖ ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും വലിയ ഒരു വികസന പ്രവർത്തനം ഈ നാടിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ വ്യക്തിപരമായി ഓരോ പഞ്ചായത്ത് മെമ്പർമാരും ചോദിച്ചാൽ തൃപ്തികരമാണോ ചോദിച്ചാൽ ചിലപ്പോൾ അവർ ഒരു പകുതി മനസ്സോടെ തൃപ്തി എന്ന് പറയുള്ളൂ. അത് പഞ്ചായത്ത് പൈസ തരാത്തതുകൊണ്ടല്ല കേട്ടോ. ഇനി അവിടെ ഇരിക്കുന്ന ആളുകളും എത്ര പേര് ഇങ്ങോട്ട് വരുമെന്നറിയില്ല. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാവും ഇവരൊക്കെ എന്ത്, ഞാനൊന്ന് കയറട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് അധ്യക്ഷത വഹിച്ചു.
വികസന രേഖയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. സംസ്ഥാന പദ്ധതിയുടെ അവലോകനം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻവർ അഹമ്മദ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് തല അവതരണം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി EV സഫിയയും നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ശശികല സുബ്രഹ്മണ്യൻ, പ്രതിഭ മനോജ്, സാദിയ അമീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MA നസീബ, ലിയ അജിൽ, ജോസ് ജയ്ദാസ്, ഖനശ്രീ, ഓമന രാമചന്ദ്രൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MH അബ്ദുൽ സലാം, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് B രഘു എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BK തങ്കപ്പൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി R ബിന്ദു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സദസ്സിൻ്റെ ഭാഗമായി പ്രിയദർശിനി കല്യാണ മണ്ഡപത്തിൽ ഒരുക്കിയ എക്സിബിഷൻ വേറിട്ട അനുഭവമായി. എക്സിബിഷൻ ഹാളിൻ്റെ ഉദ്ഘാടനം UR പ്രദീപ് MLA നിർവഹിച്ചു. ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളും മുള്ളൂർക്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും നിർമ്മിച്ച വിവിധതരം ഉൽപ്പന്നങ്ങൾ, ഇതുകൂടാതെ മുള്ളൂർക്കര ഗ്രാമത്തെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ചങ്ങാലിക്കോടൻ നേന്ത്രവാഴ കുലകളും വനിതാ ശിശു വികസന വകുപ്പ് വടക്കാഞ്ചേരി മുള്ളൂർക്കര ICDSന്റെ നേതൃത്വത്തിൽ അംഗനവാടി വിദ്യാർത്ഥികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ബിരിയാണി അടക്കം മറ്റുള്ള സാധനങ്ങളും പ്രദർശനമേളയിൽ കൗതുകകരമായി. പ്രദർശനം കാണാൻ വന്ന എല്ലാവർക്കും ഇവ സൗജന്യമായി നൽകി. മുള്ളൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രഷർ, ഷുഗർ എന്നിവ സൗജന്യമായി പരിശോധിക്കുവാനുള്ള സംവിധാനവും ഒരുക്കിയിരുന്നു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിവിധതരം സാധനങ്ങളും പ്രദർശനത്തിൽ വച്ചിട്ടുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തുടക്കം കുറിച്ചു. 4 ദിവസത്തെ ശാസ്ത്രമേള വല്ലപ്പുഴ ഗവൺമെൻറ് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലുമായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം നസീമ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കരവിരുതിൻ്റെ തിളക്കവുമായി വീണ്ടും ഒരു ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തുടക്കം കുറിച്ചു. ഇത്തവണ വല്ലപ്പുഴ ഗവൺമെൻറ് ഹൈസ്കൂൾ, വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായാണ് ശാസ്ത്രോത്സവം നടക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ ജില്ലാ പഞ്ചായത്ത് അംഗം നസീമ ടീച്ചർ ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മക്കൾക്ക് ലഭിക്കട്ടെ. അതുപോലെ തന്നെ ഈ ശാസ്ത്രമേളയുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഭാവി തലമുറയുടെ ശക്തിയാണെങ്കിൽ ശാസ്ത്രം എന്ന് പറയുന്നത് അതിൻ്റെ വെളിച്ചമാണെന്നുള്ള ഒരു മുദ്രാവാക്യമാണിതിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ചടങ്ങിൽ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി. ഷൊർണൂർ AEO സുവർണ ടീച്ചർ, BPC ബിന്ദു ടീച്ചർ, സ്കൂൾ HM അർമിയ മുഹമ്മദ് നസീം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മത്സരങ്ങൾ ആരംഭിച്ചു. ആദ്യ ദിനത്തിൽ ഗവൺമെൻറ് ഹൈസ്കൂളിൽ സാമൂഹ്യശാസ്ത്ര വിഭാഗവും ഹയർ സെക്കൻഡറി സ്കൂളിൽ IT മേളയുമാണ് നടക്കുന്നത്. സാമൂഹ്യശാസ്ത്രമേളയിലെ കളക്ഷൻ, വർക്കിംഗ് മോഡൽ, പ്രസംഗം, ആൽബം തയ്യാറാക്കൽ തുടങ്ങിയ ഇനം മത്സരങ്ങൾ ഏറെ ശ്രദ്ധേയമായി. ഷൊർണൂർ ഉപജില്ലയിലെ 85 വിദ്യാലയങ്ങളിൽ നിന്നായി 2500ഓളം ശാസ്ത്ര പ്രതിഭകളാണ് 4 ദിവസത്തെ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 17-ന് സമാപിക്കും. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. അമലപ്പാറ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറൽ വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. 6,300,000 രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 4,040 രൂപ തോതിൽ 148 പേർക്കാണ് കട്ടിൽ നൽകുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് ഖാസിം അധ്യക്ഷത വഹിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥ ICDS സൂപ്പർവൈസർ ലക്ഷ്മി ദാമോദർ സ്വാഗതം പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ MM ബിന്ദു നന്ദി പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർമാർ, അംഗനവാടി വർക്കർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 ജില്ലയിൽ സംവരണ വാർഡുകളാക്കി മാറ്റുന്ന നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ്. വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിലെ പഞ്ചായത്തുകളിലേക്കുള്ള സംവരണ വാർഡുകളുടെ പ്രഖ്യാപനമാണ് നടക്കുന്നത്. നിലവിൽ 22 വാർഡുകൾ ഉള്ള ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 2 വാർഡുകൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകളിലേക്കുള്ള സംവരണ വാർഡുകൾ പ്രഖ്യാപിക്കുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തൃത്താല, പട്ടാമ്പി, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിലെ പഞ്ചായത്തുകളിലേക്ക് സംവരണ വാർഡുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നിലവിൽ 22 വാർഡുകളാണുള്ളത്. എന്നാൽ ഇത്തവണ 2 വാർഡുകൾ കൂടിയിട്ടുണ്ട്.
പട്ടികജാതി സ്ത്രീ സംവരണം, പട്ടികജാതി സംവരണം, വനിതാ സംവരണം വിഭാഗത്തിൽ വാർഡുകളായി തിരിച്ചു. കരിമ്പള്ളി 23-ാം വാർഡ്, കൂട്ടായിത്തെരുവ് 24-ാം വാർഡ് എന്നിവയാണ് പുതുതായി കൂട്ടിച്ചേർത്ത വാർഡുകൾ. കഴിഞ്ഞ തവണ 22 വാർഡുകളിൽ 11 വനിതാ സംവരണവും 11 ജനറൽ വിഭാഗവും ആയിരുന്നു. എന്നാൽ ഇത്തവണ 12 വനിതാ സംവരണവും 12 ജനറൽ വിഭാഗവുമായിട്ടുണ്ട്. ഇതിൽ SC വനിതാ സംവരണവും SC വനിതയും ഉൾപ്പെടുന്നുണ്ട്. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം MLA ഫണ്ടിൽ നിന്നും മണ്ഡലത്തിലെ വായനശാലകൾക്കുള്ള അനുവദിച്ച സൗണ്ട് സിസ്റ്റത്തിൻ്റെ വിതരണം ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആ മുൻകൈയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ലൈബ്രറികൾ ഉള്ള ഒരു താലൂക്കാണ് നമ്മുടെ ഒറ്റപ്പാലം താലൂക്ക് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. ഒരുപക്ഷെ മലബാറിൽ, കേരളത്തിൽ പൊതുവിൽ ലൈബ്രറി കൗൺസിലിന്റെ പ്രവർത്തനം ശക്തമായി നടക്കുന്ന ഒരു താലൂക്കാണ് ഒറ്റപ്പാലം. നമ്മുടെ താലൂക്കിന് സ്വന്തമായിട്ടൊരു ആസ്ഥാനം ഇവിടെ റോഡിനടുത്ത് നമുക്ക് വീട്ടാമ്പാറയിലുണ്ട് എന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ലൈബ്രറികളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും അവയ്ക്ക് ഉറപ്പുള്ള, ഭംഗിയുള്ള, വൃത്തിയുള്ള ഒരു നല്ല ആസ്ഥാനം, കെട്ടിടം അത് സാധ്യമാക്കുന്നതിനുമൊക്കെ വലിയ പരിശ്രമം മുമ്പുള്ള ജനപ്രതിനിധികൾ നടത്തിയിട്ടുണ്ട്. MLA എന്ന നിലയിൽ വലിയ പ്രാധാന്യമാണ് നമ്മുടെ നാട്ടിലെ ഗ്രന്ഥാലയങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു സൗണ്ട് സിസ്റ്റത്തിൻ്റെ വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. 2024-25 സാമ്പത്തിക വർഷത്തെ ഒറ്റപ്പാലം MLAയുടെ പ്രത്യേക ആസ്തി വികസന ഫണ്ടിൽ നിന്നും 4,89,300 രൂപ വകയിരുത്തിയാണ് ഒറ്റപ്പാലം മണ്ഡലത്തിലെ വായനശാലകൾക്ക് സൗണ്ട് സിസ്റ്റം അനുവദിച്ചത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ് അധ്യക്ഷയായി. നഗരസഭാ ചെയർപേഴ്സൺ P. ജാനകിദേവി മുഖ്യാതിഥിയായി. ഒറ്റപ്പാലം BDO KP മോഹൻദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സുനിത ജോസഫ്, P. ശാസ്തകുമാർ, KP സുധീർ, C. വിജയൻ, AS പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി മുട്ടക്കോഴി വിതരണത്തിന് തുടക്കം. മൃഗാശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഖാസിം ഉദ്ഘാടനം ചെയ്തു. നിർവഹണ ഉദ്യോഗസ്ഥനും വെറ്ററിനറി സർജനുമായ ഡോക്ടർ ജെറീഷ് M പദ്ധതി വിശദീകരിച്ചു. മൃഗസംരക്ഷണം, ക്ഷീരവികസനം വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാനും പഞ്ചായത്ത് മെമ്പറുമായ ഗംഗാധരൻ, മെമ്പർമാരായ സനീഷ് M, കമലാക്ഷി IC, വിനീത PU, വിജിത A, ധന്യ PB തുടങ്ങിയവർ പങ്കെടുത്തു. നടപ്പുവർഷം 791 ഗുണഭോക്താക്കൾക്കാണ് മുട്ടക്കോഴി വിതരണം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ 480 പേർക്കാണ് വിതരണം. വെള്ളിയാഴ്ച ചുനുങ്ങാട് AVM ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വച്ച് അടുത്തഘട്ട വിതരണം നടക്കും. സർക്കാർ അംഗീകൃത പൗൾട്രി ഫാമിൽ ഉത്പാദിപ്പിച്ച 50 ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴികളെയാണ് പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്തത്. 600 രൂപ സബ്സിഡി നിരക്കിൽ 5 വീതം ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്യുന്നത്. 4,74,600 രൂപയാണ് നടപ്പ് സാമ്പത്തിക വർഷം പഞ്ചായത്ത് പദ്ധതിക്കായി നീക്കിവച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം ഡയലോഗ് ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച സോദരധ്യാന സാംസ്കാരിക കൂട്ടായ്മയുടെ പരിപാടി മനുഷ്യരി മുകുന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പുസ്തക പ്രകാശനം, സംഗീത സായാഹ്നം, പ്രഭാഷണങ്ങൾ, നൃത്താവിഷ്കാരം തുടങ്ങിയ പരിപാടികളാണ് അവതരിപ്പിച്ചത്. പ്രഭാഷണങ്ങൾ, നൃത്താവിഷ്കാരം, പുസ്തക പ്രകാശനം, സംഗീത സായാഹ്നം എന്നിവയാണ് ഉണ്ടായിരുന്നത്. MA അർഷക് രചിച്ച മൈത്രി ബുക്ക് പുറത്തിറക്കിയ സംസാരലഹരി എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം സംവിധായകൻ P. ചന്ദ്രകുമാർ നിർവഹിച്ചു. ആ അനുഭവങ്ങൾ അത് മനസ്സിലാക്കി അതിനെ വേണ്ട വിധം ഈ പുസ്തകത്തിൽ അസ്കർ അവതരിപ്പിച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഭംഗി. ഈ റസൂൽ പൂക്കുട്ടിയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ സൗണ്ട് ഷോയിലേക്ക് ഞാനിങ്ങനെ മറിച്ച് നോക്കിയിരുന്നത് വളരെ കുറച്ച് സമയം കിട്ടിയില്ലെന്ന് നോക്കാൻ. എങ്കിലും റസൂൽ പൂക്കുട്ടി സിനിമാക്കാരനായതുകൊണ്ട് അതാണ് ആദ്യം ഞാൻ മറിച്ച് നോക്കിയത്, സത്യം പറയാൻ. പ്രൊഫസർ ജയകൃഷ്ണൻ വല്ലപ്പുഴ പുസ്തകം ഏറ്റുവാങ്ങി. സംഘാടക സമിതി ചെയർമാൻ P. കനകരാജൻ അധ്യക്ഷത വഹിച്ചു. അസ്കർ കബീർ പുസ്തകം പരിചയപ്പെടുത്തി. P. മമ്മിക്കുട്ടി MLA, A. ശ്രീകേഷ് എന്നിവർ സംസാരിച്ചു. വയലാർ രാമവർമ്മയുടെ ശ്രീനാരായണ ഗുരു എന്ന കവിതയെ ആസ്പദമാക്കി ഒരുക്കിയ നൃത്താവിഷ്കാരം E. അതുല്യ, S. കൃപ എന്നിവർ അവതരിപ്പിച്ചു. വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ MA സിദ്ദിഖ്, ഡോക്ടർ UK ഷംസുദ്ദീൻ എന്നിവർ വിഷയാവതരണം നടത്തി. സംഗീത സംവിധായകൻ MS ബാബുരാജിൻ്റെ പാട്ടുകൾ കോർത്തിണക്കിയ സംഗീത സായാഹ്നം അനുരാഗഗാനം പോലെ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള പോലീസ് നടത്തിയ
കോക്കോൺ ഹാക്കിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി കോൺഫറൻസിൽ പോലീസിൻ്റെ ക്ഷണം ലഭിക്കുകയും അതിൽ പങ്കെടുത്ത് സ്വയം വികസിപ്പിച്ചെടുത്ത ജെറ്റ് എഞ്ചിനും ഡ്രോണും പ്രദർശിപ്പിച്ച് ഒറ്റപ്പാലം തോട്ടക്കര മോള് സ്വദേശി 10ാം ക്ലാസ്സുകാരൻ റിഷോൺ. ഒക്ടോബർ 7 മുതൽ 11 വരെ എറണാകുളത്ത് വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പങ്കെടുത്തവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ റിഷോണിൻ്റെ ജെറ്റും ഡ്രോണും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കാണുകയും റിഷോണിനെ അഭിനന്ദിക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇത്തരത്തിൽ യന്ത്രമനുഷ്യൻ, എയർ കൂളർ, ഗ്രാസ് കട്ടർ തുടങ്ങി നിരവധി വസ്തുക്കൾ റിഷോൺ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. മകരപ്രിയദർശിനി സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെൻ്ററിൻ്റെ 16ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടുകൂടി നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.എൻ. ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പൈസ കിട്ടിയിട്ടുള്ളൂ എന്നല്ല, നമ്മൾ വാങ്ങിയിട്ടുള്ളൂ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന വർഷം, അതായത് ഈ ഒക്ടോബർ കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പരമാവധി ആളുകളിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനം കൂടി ഒരുക്കിയാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പിന്നെ ഈ ഒരു വർഷത്തെ പ്രവർത്തനം വളരെ സുതാര്യമായി നല്ല രീതിയിൽ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ക്ലബിന്റെ അല്ലെങ്കിലും നമ്മളൊരു TV ഒരു ഇതില് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സിന്റെ നിന്നുള്ള കെയർ ഓഫിൽ ഒരു TV നമ്മൾ വാങ്ങി ഇവിടെ വെച്ചിട്ടുണ്ട്. ക്ലബിന്റെ പൈസ എടുത്തിട്ട് എന്ത് വാങ്ങിയിട്ടില്ല, TV വാങ്ങിയിട്ടില്ല. കാരണം നാട്ടുകാരിൽ നിന്ന് വാങ്ങുന്ന പൈസ എന്തിനു പോകുന്നു? TV വെക്കാനും VCR വെക്കാനും നമ്മൾ ഒരിക്കലും ഉപയോഗിക്കില്ല എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയാൻ കാരണം. NK അഖിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം MV രമേശ്, KC സന്തോഷ്, VR രമേശ്, K രവീന്ദ്രൻ, KK കൃഷ്ണൻ, N അച്യുതൻകുട്ടി, C വിനയൻ, NC രമേശ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മങ്കരക്കോട്ടയിൽ 15 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച MCF കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M.N. ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. എടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഭരണസമിതി നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഒരു വെയിലിംഗ് മെഷീൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് തന്നെ, ഈ ഒരു മാസത്തിനകം തന്നെ ഇവിടെ കൊണ്ടുവന്ന് വിറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അത് കിട്ടുന്നതോടുകൂടി നമ്മുടെ പ്ലാസ്റ്റിക്കുകൾ സെഗ്രിഗേറ്റ് ചെയ്ത് കൊണ്ടുവന്ന പ്ലാസ്റ്റിക്കുകൾ വെയിലിംഗ് മെഷീനിൽ ഉപയോഗിച്ച് നല്ല രീതിയിലാക്കി മാറ്റി അത് കയറ്റി അയക്കുമ്പോൾ കൂടുതൽ തുക നമുക്ക് കൺസോർഷ്യത്തിലേക്ക് ലഭിക്കും എന്നത് വരുമാന മാർഗമായി മാറുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏകദേശം 25 ലക്ഷം രൂപയോളം ഈ ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ടും അനുബന്ധ ഉപകരണങ്ങൾക്ക് വേണ്ടി നാം ചെലവഴിക്കപ്പെട്ടിരിക്കുകയാണ്. വാർഡംഗം KV രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. VEO V പ്രസന്ന സംസാരിച്ചു. കെട്ടിട പ്രവൃത്തികൾ അതിവേഗതയിൽ പൂർത്തീകരിച്ച കരാറുകാരൻ മുത്തലിയെ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോകുൽദാസ് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. രാജ്യാന്തര പത്ര വിതരണത്തിന്റെ ഭാഗമായി വർഷങ്ങളോളം പത്രം വിതരണം നടത്തിയ പനയൂർ ബാലനെ ആദരം. BJP പനയൂർ ബൂത്ത് കമ്മിറ്റിയാണ് ആദരിച്ചത്. BJP പാലക്കാട് മേഖലാ സെക്രട്ടറി AP പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാജ്യാന്തര പത്രവിതരണത്തിന്റെ ഭാഗമായാണ് 25 വർഷത്തോളം പത്രവിതരണം നടത്തുന്ന പനയൂർ സ്വദേശിയായ ബാലന് BJP പനയൂർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിസ്വാർത്ഥമായ സേവനത്തിനുള്ള ആദരവ് നൽകിയത്. ചടങ്ങ് BJP പാലക്കാട് മേഖലാ സെക്രട്ടറി AP പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുരളി അധ്യക്ഷനായി. BJP ഷൊർണൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി P ജയരാജ്, വാണിയംകുളം ഏരിയ പ്രസിഡന്റ് സുനിൽകുമാർ, UP ദേവദാസ്, ഷാജി ചങ്ങലഞ്ചിറ, ഹരിദാസൻ പറക്കാട്ടുപറമ്പിൽ, പ്രേംകുമാർ ചിറ്റോത്ത്, മാധവനുണ്ണി, രാമരാജൻ, ഹരിദാസൻ പനയൂർ, U കിഷോർ കുമാർ, V ദീപുകുമാർ, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചെറുതി താഴെപ്പുറയിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. പഞ്ചായത്ത് കിണറാണിത്. കിണറിൻ്റെ പകുതി ഭാഗം താഴെപ്പുറ പാറശാല വീട്ടിൽ സുബ്രഹ്മണ്യൻ്റെ വീട്ടിലാണ്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. പുലർച്ചെ 3 മണിയോടെ ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ പുറത്തു വന്നപ്പോഴാണ് വീടിന് മുന്നിലെ ഏകദേശം 70 വർഷങ്ങൾക്ക് മുൻപ് ഗ്രാമപഞ്ചായത്ത് പണിത കിണർ ഇടിഞ്ഞു താണു പോകുന്നത് കണ്ടത്. പുലർച്ചെ 3 മണിക്ക് അങ്ങനെ ചെറിയ ശബ്ദം കേട്ടു. അപ്പോഴാണ് ഇങ്ങനെ വെളുത്തിട്ട് അപ്പോഴാണ് വന്ന് നോക്കിയില്ലേ, വെളുത്തപ്പോഴാണ് ഈ സംഭവം. കിണർ ഒന്നിച്ചിരുന്നത് കണ്ടു. എത്ര കൊല്ലം പഴക്കമുള്ള കിണർ? 70 കൊല്ലം പഴക്കമുള്ള. വെള്ളം ഉണ്ടായിരുന്നല്ലോ? പിന്നെ പറ്റാത്ത കിണറാണ്. എല്ലാം വർഷം വെള്ളം ഉണ്ടാവും. ഇതിന് മുമ്പ് എന്തെങ്കിലും വെള്ളം കുറയും അങ്ങനെ എന്തെങ്കിലും വല്ല ഇതുണ്ടായിരുന്നോ? ഇല്ല, ഒന്നുമില്ല. കടുത്ത വേനലിലും വെള്ളം ലഭിക്കുന്ന കിണർ ഇടിഞ്ഞു താഴാൻ കാരണം വ്യക്തമല്ല. പഞ്ചായത്ത് അറിയിച്ചതിനെ തുടർന്ന് ഉന്നത സംഘം പരിശോധനയ്ക്കായി എത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇനി മാറ്റലി കാണാം. ആഘോഷങ്ങൾക്ക് ഇനി ഹരിത പടക്കങ്ങൾ മാത്രമേ വിൽക്കുവാനും ഉപയോഗിക്കാനും പാടുള്ളൂവെന്ന് ആഭ്യന്തര വകുപ്പ് അറിയിക്കുന്നു. ദീപാവലി പോലുള്ള ആഘോഷങ്ങളിൽ സമയക്രമവും നിശ്ചയിച്ചിട്ടുണ്ട്. രാത്രി 8-നും 10-നും ഇടയിൽ മാത്രമേ ഹരിത പടക്കങ്ങൾക്കും അനുമതിയുള്ളൂ.
ഇത് എത്രത്തോളം പ്രാവർത്തികമാകും? താങ്കളുടെ പ്രതികരണങ്ങൾ നോക്കാം. മാറ്റിൽ കാണുക. പടക്കത്തിന്റെ ഉപയോഗം ഹരിതചട്ടങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണമെന്ന സർക്കാർ നിർദ്ദേശം പെട്ടെന്നൊരു ദിവസം നടപ്പിലാക്കുക എന്നത് പ്രായോഗികമല്ല. കാരണം ആയിരക്കണക്കിന് പേരാണ് ഈ തൊഴിൽ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അവരെ കൂടി പരിഗണിച്ചു മാത്രമേ ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളാൻ പാടുകയുള്ളൂ എന്നാണ് അഭിപ്രായം. മാത്രമല്ല, പരിസ്ഥിതി സ്നേഹം ആണ് ഇതിൻ്റെ പിന്നിൽ എങ്കിൽ നടപ്പിലാക്കേണ്ട നൂറുകണക്കിന് പദ്ധതികൾ വേറെ ഇരിക്കെയാണ് ഇത്തരത്തിലുള്ള ജനങ്ങളെ നേരിട്ട് ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു പ്രവർത്തനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ദീപാവലിക്കും മറ്റും പടക്കങ്ങൾ സമയക്രമം 8 മണി തൊട്ട് 10 മണി എന്ന് പറയുന്നതും, അതുപോലെ തന്നെ നമ്മുടെ മലിനീകരണത്തിനും മറ്റുമായി ആഭ്യന്തര വകുപ്പ് കൊണ്ടുവന്ന നിയമങ്ങൾ പ്രാവർത്തികമാക്കുമോ എന്ന് ചോദിച്ചാൽ പ്രാവർത്തികമാകാൻ യാതൊരുവിധ സാഹചര്യങ്ങളും കാണുന്നില്ല. മാത്രമല്ല, നമ്മുടെ പരിസ്ഥിതി മലിനീകരണത്തിനും മറ്റുമായി ഹരിത പടക്കങ്ങൾ നല്ലത് തന്നെയാണ്. പക്ഷേ അതിനുള്ള നിയമങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന് പടക്കങ്ങളോ മറ്റോ നാട്ടിൽ സുലഭമല്ല എന്നുള്ളത് തന്നെയാണ് ഒന്ന്. രണ്ടാമത്, ഇതിൻ്റെയൊക്കെ മറവിൽ മറ്റ് ലോബികളെ സഹായിക്കാനാണോ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നാടിനെ നടുക്കിയ യുവാക്കളുടെ മരണം. പാലക്കാട് കല്ലടിക്കോട് 2 യുവാക്കൾ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് മരുതങ്കോട് സ്വദേശി ബിനുവും പ്രദേശവാസിയായ നിതിനും. സംഭവ സ്ഥലത്തു നിന്നും നാടൻ തോക്ക് കണ്ടെടുത്തു. സംഭവം നടന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ. പോലീസ് അന്വേഷണം ആരംഭിച്ചു. നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനി സജിത കൊലക്കേസിലെ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി. വിധി വ്യാഴാഴ്ച. വിധി പ്രസ്താവം അഡീഷണൽ സെഷൻ കോടതിയെടുത്ത് ചെന്താമര പോത്തുണ്ടി സ്വദേശികളായ ലക്ഷ്മി മകൻ സുധാകരൻ കൊലക്കേസിലും പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത് കനത്ത സുരക്ഷയോടെ. തൂക്കുകയർ ലഭിക്കുമെന്ന് പ്രത്യാശയോടെ നാട്ടുകാർ. കുപ്രസിദ്ധ മോഷ്ടാവ് കാസർഗോഡ് സ്വദേശി മുഹമ്മദ് ഷിഹാബ് ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. പ്രതിക്കെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെ 2 കേസുകൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ. ഷൊർണൂർ ആറാണിൽ നിന്നും സ്ത്രീയുടെ കഴുത്തിലെ മാല മോഷ്ടിച്ച കേസിലെ പ്രതിയെ ആലപ്പുഴയിൽ നിന്നും ഷൊർണൂർ പോലീസ് പിടികൂടി. ഷൊർണൂർ പോലീസിന്റെ വലയിലായത് ആലപ്പുഴ സ്വദേശി സജിത് എൻ പിള്ള. കൊള്ളയടിക്കാനായി മാത്രം സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഏക സർക്കാരാണ് കേരളത്തിലേതെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് KPA മജീദ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആണിയടിക്കുന്ന നേതാവായി പിണറായി സർക്കാർ മാറുമെന്നും KPA മജീദ്. കോടികൾ മുടക്കി സംഗമം നടത്തിയതിനു പിന്നിൽ കൊള്ളയാണെന്നും അതാണ് ശബരിമലയിൽ കണ്ടതെന്നും വിമർശനം. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണ്ണ ദ്വാരപാലക ശില്പങ്ങളും കട്ടിലകളും മോഷ്ടിച്ച വിഷയത്തിൽ ഉദ്യോഗസ്ഥരെ മാത്രം പ്രതിയാക്കാതെ ദേവസ്വം ബോർഡിനെയും പ്രതി ചേർക്കണമെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും കോൺഗ്രസ്. പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വാസ സംഗമം പാലക്കാട്ട്. കുന്നംകുളം മുൻ MLA ബാബു M. പാലശ്ശേരി അന്തരിച്ചു. 67 വയസ്സായിരുന്നു. കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് 2 ദിവസം മുൻപാണ് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് മരണം. 2 തവണ ഇടതുപക്ഷ MLA ആയിരുന്നു. ഇതോടുകൂടി വാർത്തകളിൽ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.